എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആസ് വി ഓൾ നോ പാസ്റ്റ് ടെൻസ് ഇസ് ഡിവൈഡഡ് ഇൻടു ഫോർ: സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുക, എൻ്റെ ജനറൽ ഫോമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ്. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അവിടെ തന്നെ ഉണ്ട്, കണ്ടിന്യൂസ് അല്ലെ, ഒരു തുടർച്ച എന്നുള്ളതുണ്ട്. ഒരു എക്സാമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ പറയാം: ഹി വാസ് ഗോയിങ് ടു സ്കൂൾ യെസ്റ്റർഡേ ബൈ ദിസ് ടൈം. ഹി വാസ് ഗോയിങ് ടു സ്കൂൾ യെസ്റ്റർഡേ ബൈ ദിസ് ടൈം. അപ്പൊ ഇന്നലെ ഈ സമയത്ത് അവൻ സ്കൂളിലേക്ക് പോകുകയായിരുന്നു. അപ്പൊ പാസ്റ്റിൽ സംഭവിച്ച, കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ച ഒരു കാര്യത്തിനെ നമ്മൾ പറയുന്നതിനാണ് ഏത് ഉപയോഗിക്കുക? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. അപ്പോൾ പാസ്റ്റില്, കഴിഞ്ഞ കാലത്ത് തുടർച്ചയായി നടന്നൊരു സംഭവം അത് അവസാനിച്ചു, തുടർന്നു, അത് അവസാനിച്ചു, അതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയുക. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ എങ്ങനെയാണ് പറയുക എന്നുള്ളതൊക്കെ നമ്മൾ മറ്റു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. അതിന്റെ ലിങ്ക് നമുക്ക് ചുവടെ ചേർക്കാം. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അതിന്റെ ജനറൽ ഫോമിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ടാണ് വാസ് ഉപയോഗിച്ചത്. ഈ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? They were going to school yesterday by this time. ഇന്നലെ ഇതേ സമയത്ത് അവർ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. ഇതിന്റെ ഒരു ജനറൽ ഫോം എങ്ങനെയാണ്? സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ing ഫോം ഓഫ് വേർ. അപ്പോൾ സബ്ജക്ട് കർത്താവ് പ്ലസ് വാസ് ഓർ വേർ. അപ്പോൾ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വാസ് ഉപയോഗിക്കുക, പ്ലൂറൽ ആണെങ്കിൽ വേർ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സംശയം ഉണ്ടാവും, ഇവിടെ ഐയോടൊപ്പം ഏതാണ് ഉപയോഗിക്കുക? ഐ വാസ് ഗോയിങ് ടു സ്കൂൾ യെസ്റ്റർഡേ ബൈ ദിസ് ടൈം. യു were going to school by this time yesterday. അപ്പോൾ യുവിന്റെ ഒപ്പം വേർ ആണ് ഉപയോഗിക്കുക. യു പ്ലൂറൽ പോലെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഐയുടെ ഒപ്പം നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഐ വാസ് ആണ് ഉപയോഗിക്കുക. സോറി, അപ്പോൾ സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് എന്ന് മനസ്സിലായി. അപ്പോൾ ഐയുടെ ഒപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വാസ് ആണ് ഉപയോഗിക്കേണ്ടത്, യുവിന്റെ ഒപ്പം വേർ ആണ് ഉപയോഗിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ സിംഗുലർ പ്ലൂറൽ എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ജനറൽ ഫോം ഒരിക്കൽ കൂടി നോട്ട് ചെയ്യുക: സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ജനറൽ ഫോം. They were going to church yesterday by this time. We were going to church yesterday by this time. I was going to church yesterday by this time. She was going to yesterday by this time. Raju was going to church yesterday by this time. Leda was going to church yesterday by this time. So, I hope all you get the general form of the tense and I hope all you understood. Okay, this is very simple. നമുക്ക് മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ this is Renz Thomas signing out.